ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോബ്ര കൈ സീരീസിൻ്റെ സീസൺ 6ൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ അവസാനത്തെ 5 എപ്പിസോഡുകളാണ് ഈ പാർട്ടിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഡാനിയൽ ജോണിയെ വീണ്ടും ആ പഴയ കോബ്ര കൈ ഡോജോയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. നിന്റെ പേരിൽ ഞാൻ ഈ ഡോജോ വീണ്ടും വാങ്ങിയെന്ന് ഡാനിയൽ പറയും. കാരണം കോബ്ര കൈ തിരിച്ചു വന്നിരിക്കുകയാണ്. ഫൈനലിൽ മിഗുവലിനെയും ടോറിയെയും ട്രെയിൻ ചെയ്യിക്കേണ്ടത് ഇവിടെ നിന്നാവണം. ഇവിടെ നിന്നായിരുന്നില്ലേ അവർ തുടങ്ങിയത്? ശേഷം അയൺ ഡ്രാഗൺസിൽ സാറയെയും ആക്സലിനെയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിൽ ആക്സൽ ഒരുത്തൻ്റെ കൈയൊടിക്കാതെ വിട്ടപ്പോൾ സെൻസെ വുൾഫ് നിക്ക്, അതെന്തായിരുന്നു? അതൊരു പോയിന്റ് സ്കോർ ചെയ്തതാ. നിന്റെ എതിരാളിയുടെ പോയിന്റ്സ് നേടുമ്പോൾ ആ സമയം അവന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പോൾ ആക്സൽ എനിക്കങ്ങനെ ജയിക്കണ്ട എന്ന് പറയുമ്പോൾ വൂൾഫ് തന്നെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇതല്ലാതെ വേറെ വഴിയില്ല. ഇതൊരു സ്പോർട്ടല്ല, ഒരു ഫൈറ്റാണ്. നിന്റെ എതിരാളി തോൽക്കാൻ മടി കാണിച്ചാൽ അവിടെ പിന്നെ അവന് വേറൊരു ചോയ്സ് കൊടുക്കരുത്. ടെറി, നീ ആ സാമാൻഡ ലൂറോസയുടെ വാക്ക് കേട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. വൂൾഫ് അപ്പോഴായിരിക്കും അതറിയുന്നത്. നീ അവൾ പറഞ്ഞിട്ടാണോ ഇതൊക്കെ? ജയിക്കുന്നതിനേക്കാളും നിനക്ക് പ്രധാനം അവളാണോ? നിന്റെ ഉത്തരം അതെ എന്നാണെങ്കിൽ നീ ഓൾറെഡി തോറ്റു കഴിഞ്ഞു. അവർ നിന്നെ പേടിക്കണം. ഇനി അതില്ലെങ്കിൽ നീ അങ്ങനെ ആക്കിയെടുക്കണം. അവനും യെസ് സെൻസെ എന്ന് പറയും. ശേഷം ജോണി അവരെ ട്രെയിൻ ചെയ്യിക്കാൻ പോകുന്നു. ഇവിടുന്നാണ് എല്ലാം തുടങ്ങിയത്. മിഗുവൽ എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റാണ്. ടോറിയുടെയും ഫസ്റ്റ് സെൻസെ ഞാനായിരുന്നു. എനിക്ക് കിട്ടിയതൊക്കെ ഞാൻ നിങ്ങൾക്കും തന്നു. അതിൽ തന്നെ ഒരുപാട് മോശം കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ വിട്. കാരണം ഇത് നമ്മുടെ കോബ്ര കൈയാണ്. പിന്നെ നാളെ നമ്മൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കും നമ്മളെക്കാൾ ഹാർഡായി സ്ട്രൈക്ക് ചെയ്യുന്നവന്മാർ ഇല്ലെന്ന്. അങ്ങനെ അവർക്കുള്ള ട്രെയിനിങ് തുടങ്ങുന്നു. അവരെ സഹായിക്കാനായി അതിൻ്റെ കുറേ ഉപകരണങ്ങളുമായി ഡാനിയലും സാമും ഹോക്കും റോബിയും ഒക്കെ വരും. മറുഭാഗത്ത് അയൺ ഡ്രാഗൺസും നന്നായി ട്രെയിൻ ചെയ്യുന്നു. സാം ടോറിക്ക് കുറച്ച് ട്രിക്സ് പറഞ്ഞു കൊടുക്കും. അമാൻഡ, ഈ ദിവസം മൊത്തം ട്രെയിനിങ് ആണോ? കരാട്ട ഇഷ്ടപ്പെട്ടാൽ ഇതൊന്നും ഒരു കൂടുതലല്ല എന്ന് ഡാനിയൽ പറയും. ഞങ്ങൾ എന്തായാലും ഇറങ്ങുക. ഞങ്ങൾ നിന്നെ ഡ്രോപ്പ് ചെയ്യണോ എന്ന് ഡാനിയൽ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, സെൻസെ ലോറൻസും റോബിയും ഒക്കെ ഉണ്ടെന്ന് പറയും. പോകാൻ നേരം അമാൻഡ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് വന്നപ്പോഴുള്ള കാര്യങ്ങൾ. സാമുമായി ബീച്ച് ക്ലബിൽ വെച്ച് തല്ലുണ്ടാക്കിയതും കുറച്ച് വർഷങ്ങൾ സ്ട്രേഞ്ചേഴ്സായി നടന്നുമൊക്കെ. എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചത് നിങ്ങളൊക്കെ കൊണ്ടാണ്. ഞാൻ സാമിനോട് ഇത്രയൊക്കെ ചെയ്തിട്ടും എന്നെ വീണ്ടും സ്കൂളിലേക്ക് കയറ്റിയത് നിങ്ങൾ കാരണമാണെന്ന് അമാൻഡയോട് പറയും. പിന്നെ എന്നോടൊന്നും ചോദിക്കാതെ എന്നെ മിയാഗിഡോയിലേക്ക് എടുത്തതും നിങ്ങളാണ്. ഞാൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ടോയെന്നറിയില്ല. എല്ലാത്തിനും താങ്ക് യു. സാം, നാളെ ജയിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് നിനക്ക് തന്നെയാണെന്ന് സാമ് പറയുന്നു. അങ്ങനെ ടൂർണമെൻറ്റ് നടക്കുന്ന ദിവസം വന്നു. അത് കാണാൻ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാകും. മിഗുവൽ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഓക്ടോബസിൻ്റെ ഗ്രീറ്റിംഗ് കാർഡിൽ സാമിനായി എഴുതിക്കൊണ്ട് അവിടെ വെക്കും. അങ്ങനെ മാച്ച് തുടങ്ങാറായി. 3 റൗണ്ടായിരിക്കും മത്സരം. 2 മിനിറ്റേ ഉണ്ടാകൂ. അതും അൺലിമിറ്റഡ് സ്കോറിംഗ് ആയിരിക്കും. എതിരാളിയെ നിലംപരിശാക്കി 10 സെക്കൻഡിനുള്ളിൽ അയാൾ എണീറ്റില്ലെങ്കിൽ അത് നോക്കൗട്ടായി കൺസിഡർ ചെയ്യും. അതിനാൽ 20 പോയിൻറ്റ്സ് മറ്റേ എതിരാളിക്ക് കിട്ടുന്നതായിരിക്കും. വൂൾഫ് സാറയോട് ടോറിയെ നോക്ക്, അവൾക്ക് നിൻ്റെ അത്ര സ്പീഡും സ്കില്ലും ഒന്നുമില്ല. ഈ 3 റൗണ്ടിലും ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് നേടുന്നയാളാണ് വിജയി. ഫീമെയിൽ വേൾഡ് ചാമ്പ്യനായി മത്സരിക്കുന്ന ടോറിയെയും സാറയെയും മാറ്റിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ഫൈറ്റ് തുടങ്ങുന്നു. ആദ്യത്തെ അടി ടോറിക്ക് തന്നെ കിട്ടും. പിന്നീടുള്ള ഫൈറ്റിൽ സാറയുടെ സ്പീഡിനൊത്ത് കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ടോറിക്ക് പറ്റുന്നുണ്ടാവില്ല. ഒരുപാട് അടി വാങ്ങിച്ചു കൂട്ടും. അതിനനുസരിച്ച് സാറയ്ക്ക് പോയിൻറ്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അവസാനിക്കുമ്പോൾ 5-0 സ്കോർ ബോർഡ്. ജോണി അവളോട് ഫോക്കസ് ചെയ്യ്, നീ ചുറ്റും ഇരിക്കുന്ന ആളുകളെ നോക്കണ്ട. ആ സമയം റോബി അവിടേക്ക് വരും. ടോറി, നിനക്കും ഞാൻ ഫോക്കസ് ചെയ്യ്, ബാലൻസ് ചെയ്യ്, ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഐ ലവ് യു ടോറി എന്ന് പറയും. ഇത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അവിടുന്ന് അവർ കിസ് ചെയ്യുന്നു. അവൻ ഒരു ദയം കാണിച്ചേക്കരുത് എന്ന് പറയും. അങ്ങനെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഫൈറ്റ് തുടങ്ങുന്നത് മുതൽ തന്നെ രണ്ടും നല്ല കട്ടക്ക് തന്നെയായിരിക്കും ഫൈറ്റ് ചെയ്യുക. അതിൽ ഫസ്റ്റ് പോയിന്റ് ടോറി തന്നെ നേടുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ടോറി തന്നെയായിരിക്കും സ്കോർ ചെയ്യുന്നത്. അങ്ങനെ അവസാനത്തെ അടിക്ക് അവളുടെ വായിൽ നിന്ന് ചോര തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഇനി എണീക്കില്ല എന്ന് കണ്ട് നോക്കൗട്ടായി ടോറി വിന്നറായും പ്രഖ്യാപിക്കുകയാണ്.
അവസാനമായി സാറയോട് വെൽക്കം ടു ദ വാലി ബീച്ച് എന്നും പറയും. ഈ വിജയം അവരെല്ലാം ആഘോഷിക്കും. അങ്ങനെ ഫൈനൽ ഇവൻ്റായ ബോയ്സ് ചാമ്പ്യൻഷിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു ഷോർട്ട് ബ്രേക്ക് അനൗൺസ് ചെയ്യുന്നു. പെട്ടെന്ന് മിഗ്യുൽ ആ ഗ്രീറ്റിംഗ് കാർഡ് സാമിൻ്റെ ജാക്കറ്റിനുള്ളിൽ വെക്കാൻ നേരം അതിൽ നിന്ന് ഒരു ലെറ്റർ അവന് കിട്ടും. അതിൽ സ്റ്റഡി അബ്രോഡ് ഇൻ ഒക്കിനാവ എന്ന് കാണുന്നു. പക്ഷേ പെട്ടെന്ന് ആ ഗ്രീറ്റിംഗ് കാർഡ് അതിൽ വെച്ച് അവൻ പോകുന്നു. എന്നിട്ട് സാം അവൻ്റെ അടുത്തേക്ക് വരും. ഞാൻ നിൻ്റെ ഒരു ലെറ്റർ കണ്ടിരുന്നു ഒക്കിനാവയിലേക്ക് പോകുന്നതിൻ്റെ. അത് ഞാൻ നിൻ്റെ അടുത്ത് പറയണമെന്ന് വെച്ചായിരുന്നു. ഹൈസ്കൂളിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഉണ്ടാകുമെന്ന് തീരുമാനിച്ചാണല്ലോ. അതിങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ. എന്തായാലും നീ ഹാപ്പി ആയാൽ മതി, എനിക്കതിൽ സന്തോഷമുണ്ട്. ഇത് ആക്സലും കാണുന്നുണ്ട്. അങ്ങനെ സെക്കായ് ടെക്കായിലെ അവസാന മാച്ച് നടക്കാൻ പോവാണ്. അതിനായി ആക്സലിനെയും മിഗ്യുലിനെയും മാറ്റിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ഫൈറ്റ് ആരംഭിക്കും. ഫസ്റ്റ് പോയിന്റ് മിഗ്യുൽ തന്നെ നേടുന്നു. സെക്കൻഡ് പോയിന്റും മിഗ്യുൽ സ്കോർ ചെയ്യുന്നു. പിന്നീടുള്ള ഓരോ അടിയും മിഗ്യുലിൻ്റെ പോയിന്റ്സ് ആണ്. ഇവിടെ ആക്സൽ മിഗ്യുലിൻ്റെ കൂടെ മുട്ടി നിൽക്കാൻ ഒരുപാട് കഷ്ടപ്പെടും. ഒരടി പോലും നേരാവണ്ണം അവന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ 5-0 സ്കോർ ബോർഡ്. ടെറി അവനെന്താ പറ്റിയത്? വൂൾഫ് അവനോട്, നീ നടക്കാൻ തുടങ്ങിയ പ്രായം തൊട്ട് ട്രെയിൻ ചെയ്യുന്നതാ. സൈസ്, സ്ട്രെങ്ത്, സ്പീഡ്, സ്കില്ല്, ഈ അഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ടായിട്ടും നിനക്കവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് പോയിന്റ് ആക്സൽ എടുക്കും. ആ റൗണ്ടിൽ പക്ഷേ ശരിക്കും കഷ്ടപ്പെടുന്നത് മിഗ്യുലായിരിക്കും. അവനെ നോക്ക് ഡൗൺ ആക്കി 10 പോയിന്റ് ആക്സൽ സ്കോർ ചെയ്യുന്നു. മിഗ്യുൽ ജോണിയോട്, സോറി സെൻസേ, എനിക്ക് കഴിഞ്ഞില്ല. നീ അവരും കൊടുത്തില്ലേ, അതുപോലെ നിനക്കും കിട്ടി, അങ്ങനെ കണ്ടാൽ മതി. അങ്ങനെയാണ് ഫൈറ്റ്, അങ്ങനെയാണ് നമ്മുടെ ലൈഫും. 5-15 സ്കോർ ബോർഡ്. ഈ പോയിൻറ്റ്സൊക്കെ എനിക്ക് നേടാനാവുമോ എന്ന് ചോദിക്കുമ്പോൾ പോയിൻറ്റ്സ് ആരും നോക്കുന്നു. നീ പോവുക, എന്നിട്ട് ഈ 2 മിനിറ്റിൽ നീ എന്താണോ നേടിയത് അതവിടെ കൊടുത്തിട്ട് പോരുക. യെസ് സെൻസേ എന്നും പറഞ്ഞ് ഹെഡ് ബാൻഡ് വെക്കാൻ നേരം ജോണി അത് മാറ്റി പകരം കോബ്രക്കൈയുടെ ഹെഡ് ബാൻഡ് അവന് കെട്ടിക്കൊടുക്കുന്നു. നീ കോബ്രക്കൈയാണ്. അങ്ങനെ ഫൈനൽ റൗണ്ട് ആരംഭിക്കുന്നു. ടെറി ആക്സലിനോട്, അവസാനിപ്പിച്ചേക്ക് എല്ലാം. വൂൾഫ് ഒരു വട്ടം അവൻ്റെ സ്പൈനൽ കോഡിന് പരിക്ക് പറ്റിയതാണ്, അത് കറക്റ്റായി ടാർഗറ്റ് ചെയ്യണം. ആക്സൽ, എനിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റും സെൻസേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയും. എന്നിട്ട് സാമിനെയും നോക്കി അവൻ കളത്തിലിറങ്ങും. ഫൈറ്റ് സ്റ്റാർട്ടാവും. ഫസ്റ്റ് മിഗ്യുൽ സ്കോർ ചെയ്യുന്നു. ജോണി അവന് പഠിപ്പിച്ചു കൊടുത്തതൊക്കെ അവൻ പുറത്തെടുക്കുന്നു. അതിലൂടെ അവൻ ഓരോ പോയിൻറ്റ്സ് വീതം നേടുന്നു. ടെറിയും വൂൾഫും ഇപ്പോൾ ചെയ്യ് എന്ന് പറയുമ്പോൾ അവൻ സാമിനെ നോക്കും. പക്ഷെ അവനത് ചെയ്യില്ല, അവനെക്കൊണ്ട് അതിനാവില്ല. വീണ്ടും അങ്ങനെ മിഗ്യുൽ തന്നെയായിരിക്കും പോയിൻറ്റ്സ് നേടുന്നത്. അവസാനത്തെ ഒരു കിക്കിൽ മിഗ്യുൽ വിന്നറാകുന്നു. ഈ വിജയം അവരെല്ലാവരും ആഘോഷിക്കും. അങ്ങനെ വിജയികളായ മിഗ്യുലിനെയും ടോറിയെയും എല്ലാവരും അഭിനന്ദിക്കും. സെൻസേ വൂൾഫ് ആക്സലിനോട്, നിന്റെ സെൻസേ ആയതിൽ എനിക്ക് നാണക്കേട് തോന്നുകയാണ്. നിങ്ങൾക്ക് നാണക്കേടോ? നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആയതിൽ എനിക്കാണ് നാണക്കേട്. ഇനി എനിക്കിങ്ങനെ നാണം കെടണ്ട എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഇനി ഓവറോൾ ഡോജോ ചാമ്പ്യൻ പ്രഖ്യാപിക്കേണ്ട സമയമാണ്. പക്ഷെ നമുക്കതിന് കഴിയില്ല. കാരണം ചരിത്രത്തിൽ ആദ്യമായി സെക്കായ് ടെക്കായ് ഒരു സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. സ്കോർ ബോർഡിൽ 180-180 സ്കോർ. അതുകൊണ്ട് ഓവറോൾ ചാമ്പ്യനെ കണ്ടെത്താനായി ഒരു ഫൈനൽ മാച്ച് നടത്തേണ്ടതുണ്ട്. അത് ഫൈറ്റ് ചെയ്യേണ്ടത് ആ ഡോജോയിലെ സെൻസേമാരാണെന്ന് പറയും. ഇത് കേട്ട എല്ലാവരും ഒന്ന് ഞെട്ടും. ഡാനിയലിനോട് ഈ മാറ്റിലേക്ക് വീണ്ടും വരുമെന്ന് വിചാരിച്ചതല്ല, ഇതിൽ നീയാവുമോ എൻ്റെ സെൻസേ എന്ന് ചോദിക്കുമ്പോൾ ഇത് നീ ചോദിക്കുമെന്ന് ഞാനും വിചാരിച്ചതല്ല എന്ന് പറയുന്നു. ശേഷം ടെറി നാളത്തെ ജോണിയുടെ മത്സരം അലമ്പാക്കാനായി അവൻ്റെ ഭാര്യയെയും വീട്ടുകാരെയും ഉപദ്രവിക്കാനുള്ള ഓർഡർ കൊടുക്കും അവൻ്റെ ആൾക്ക്. പെട്ടെന്നാണ് പോയ പോലെ താഴോട്ട് വരുന്നത്. അയാൾ മരിച്ചിട്ടുണ്ടാകും. ഇത് കണ്ട് പേടിച്ച ടെറി ഒരു കുപ്പിച്ചില്ലായിട്ട് പുറത്തേക്ക് ചെല്ലും. അത് ജോൺ ക്രീസ് ആയിരിക്കും. നീ ഇതുവരെ പോയില്ല അല്ലേ ക്രീസ്? നീ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. നാളെ ജോണി തന്നെ ഫൈറ്റ് ചെയ്ത് ജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ അടിയാകും. അതിൽ നിന്ന് കുറേ പെട്രോൾ പോവുകയും ചെയ്യും. ഇതിങ്ങനെ അവസാനിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ അവസാനിക്കട എന്ന് പറയുന്ന നേരം അവൻ വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് ആ പെട്രോൾ വീണ സ്ഥലത്തേക്ക് വലിച്ചെറിയും. ഇത് കണ്ട് അന്തം വിട്ടു നിന്ന ടെറിയെ നോക്കി ചിരിച്ചുകൊണ്ട് ക്രീസ് നോ മേഴ്സി എന്ന് പറഞ്ഞ് അതങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.